ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ചിട്ട് എങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ശ്രമങ്ങൾ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊതുവെ എങ്ങനെയാണല്ലോ, സെൻസേഷണലായിട്ടുള്ള ആളുകൾ കാര്യമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് കുൽസിതവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ മീഡിയക്കാർക്ക് ഒന്ന് ഏറ്റെടുക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കിളി കഥകൾ കൂടുതൽ അറിയാനുള്ള മലയാളികളുടെ ഒരു ത്വര ഉണ്ടല്ലോ. അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്രൈം എന്നല്ല, ക്രൈമിനൊക്കെ കൂടുതൽ ആളുകൾ കൂടുതൽ എന്താ പറയുക ചർച്ച ചെയ്യപ്പെടുക ഇക്കിളി കഥകൾ, കമ്പിക്കഥകളാണ്. നമ്മൾ കമ്പിച്ചാറ്റ് എന്നൊക്കെ പറയില്ല, ഈ സാധനങ്ങളാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടല്ലോ. അവർ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അയ്യേ എന്നുള്ള രീതിയിലൊരു തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് ഹാഷ്മിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടപ്പോൾ 24 ന്യൂസ് ഹാഷ്മി അല്ലേ, ഹാഷ്മി ഗർജിക്കുന്ന സിംഹം, ഹാഷ്മിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അത് എങ്ങനെ ഒരു തരപ്പെടുത്തി എന്നുള്ള സംഗതി ആലോചിച്ചേക്ക്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇവിടെ വേറൊരു രീതിയിൽ മറ്റേ ഏതോ സിനിമയിൽ പറയില്ലേ പണിക്കച്ചോര വേണമെന്ന്, അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കണ്ട, മറ്റേ ബാബുക്കോയ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മലയാളി സമൂഹം കണ്ട ഏറ്റവും വലിയ ആഭാസൻ എന്നുള്ള രീതിയിൽ ഇമാതിരി അലർച്ചയാണ് അലറിക്കൊണ്ടിരുന്നായിരുന്നത് ആര്, ഹാഷ്മി. എന്നിട്ട് ഹാഷ്മിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ആദ്യത്തെ പ്രതികരണം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആദ്യത്തെ പ്രതികരണം രീതിയിൽ ഒരു വലിയൊരു ഇൻ്റർവ്യൂ തരമാക്കി എടുത്തു 24 ന്യൂസ്. ആ ഒരു സംഗതി അതിനൊരു വലിയൊരു ഇത് കാരണം അവർക്ക് എങ്ങനെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ട്. ഇതിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും ശബ്ദിക്കുന്ന സിംഹമായിട്ടുള്ള ഹാഷ്മി ഒരു പൂച്ചക്കുട്ടിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കണ്ണിങ്നെസ് ഉണ്ടല്ലോ, അതായത് മൂപ്പർക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റൂല. കാരണം കോടതിയിലുള്ള കേസായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണല്ലോ. അതിപ്പോൾ എന്താ പറയുക, നമ്മുടെ അതിജീവിതമാരെ എന്താ പറയുക അവഹേളിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ ജാമ്യത്തിനൊക്കെ അത് ബാധിക്കും. ജാമ്യം കിട്ടാത്തൊരവസ്ഥയിലായി മാറും, ജാമ്യം റദ്ദ് അങ്ങനെ നിയമപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിൽ അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്ര കണ്ണിങ് ആയിട്ടാണ് മൂപ്പര് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യങ്ങളോട് പ്രതികരിച്ചതെന്ന് ശ്രദ്ധിക്കാം. ഹാഷ്മി വളരെ വൈകാരികമായിട്ടുള്ള ഒരു ടെമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ ആളുകളുടെ ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മോശക്കാരനാണ് എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂപ്പരുടേതായ സ്വാഭാവികമായ ശൈലിയിലൂടെ മൂപ്പര് അതിനൊക്കെ മറുപടി കൊടുത്തു. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു കേസ്. ഒരു കാര്യത്തിലേക്ക് ഒരു സമൂഹത്തിലെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ കൂട്ടമായിട്ട് കൃത്യമായ ഒരു പ്രൊപ്പഗാൻഡ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ, ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അതിനെ കാര്യമായി പൊളിക്കാനുള്ള രീതിയിലുള്ള എന്താ പറയുക ഒരു 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 വൈബ്, ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് അതേപോലെ ഒരു സിനിമയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വമ്പൻ ഇതായിട്ട് മാറും തോന്നുന്നു കേസ്. ഇപ്പോൾ മറ്റേ ദിലീപിൻ്റെ സിനിമ ഇറങ്ങിയില്ലേ, എന്താണ് പേര്, ദിലീപിൻ്റെ സിനിമ ഇറങ്ങിയില്ലേ രാഷ്ട്രീയക്കാരനായിട്ട്, ദിലീപ് രാഷ്ട്രീയക്കാരനായിട്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് ഇത് ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പുണ്ട് ഈ സംഗതി തോന്നണം. ഇപ്പോൾ ഹാഷ്മിയുടെ കാര്യം അറിയാവുന്നതാണ്. ഹാഷ്മി ഗർജിക്കുന്ന സിംഹം ഇങ്ങനെ ആത്മാർത്ഥമുള്ള ആളായിരിക്കണം, ന്യൂസിലുള്ള മീഡിയയിലുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ആളുകൾ ഹാഷ്മിനെ തലകേറ്റി വെക്കുന്നത്. ഹാഷ്മി മോശക്കാരനാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല ആളുകൾ ഇപ്പോൾ ഇതേ ഹാഷ്മി തന്നെ ഏതോ മറ്റേ കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുക അങ്ങനെ എന്തോ ഉണ്ടായ സമയത്ത് മൂപ്പര് സംസാരിക്കുന്ന സമയത്ത് മൂപ്പരുടെ മുഖത്തേക്ക് ക്യാമറ വരുന്നില്ല എന്ന് മനസ്സിലായ സമയത്ത് മൂപ്പരാണ് ചിരിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കാണുന്ന ഈ ആത്മാർത്ഥത ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക വമ്പൻ സെലിബ്രിറ്റി ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഹാഷ്മി നല്ല പലരും ഹാഷ്മിനെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്തതെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു സാധ്യത ഉണ്ട്. പലരും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വൈറലാവാൻ വേണ്ടി, ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി, സെലിബ്രിറ്റി ആവാൻ വേണ്ടി കൂടുതൽ കാശും കിട്ടില്ല ഇവർക്ക്, ലക്ഷക്കണക്കിന് രൂപ. ഇപ്പോൾ ഇന്ന് 50,000 രൂപയാണ് ഒരു മാസം കിട്ടണമെങ്കിൽ നാളെ 1 ലക്ഷം, 10 ലക്ഷം. ഇപ്പോൾ സുജയപാർവതിയൊക്കെ 10 ലക്ഷത്തിനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്താ ബിഗ് ടി വി അങ്ങനെ ഏതൊക്കെ ടി വിയൊക്കെ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് കാശ് മറിയുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഹാഷ്മി ഇത്രത്തോളം ഗർജിക്കുന്ന സിംഹമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ എന്താണ് പൂച്ചക്കുട്ടിയെ പോലെ എന്നത്?
അപ്പോൾ വേറെ പലരും പറയും വളരെ കണ്ണിങ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയ ആളാണ് ഹാഷ്മി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. എന്ത് സംസാരിച്ചോട്ടെ എന്ന്? രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു കാര്യം ചോദിച്ചിട്ട് വളരെ വൈകാരികമായ രീതിയിലൊക്കെ സംസാരിക്കുന്നത് മാധ്യമങ്ങളിൽ. ഞാൻ മുമ്പൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേ ഒരു കാര്യം ഞാൻ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം, ഇപ്പം നേരെ ചൊവ്വയിലൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാവും, വളരെ ക്രിസ്പായിരിക്കും കാര്യങ്ങൾ. അതേപോലെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ള ആൾ ആ മറുപടി കൊടുക്കുമ്പോൾ റെസ്പെക്റ്റ് കൊടുക്കും. അവർ സംസാരിക്കട്ടെ, അവരെ മറുപടിക്ക് വേണ്ടിയിട്ടാണല്ലോ അവരെ വിളിച്ചിട്ടുള്ളത്. ഇവിടെ ഹാഷ്മി എന്ത് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു കാര്യം ചോദിച്ചാൽ എന്നെ വീണ്ടും 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 ചോദിക്കണം. അവൻ്റെ ഒരു വൈബ്രേഷൻ, എന്നാലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് മറുപടി കൊടുക്കണ സമയത്ത് അതിൻ്റെ ഇടയിൽ വീണ്ടും ഇടപെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര തവണയാണ് പറഞ്ഞത്, ഞാൻ ഒരു മറുപടി പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചല്ലോ, ഇനി ഞാനും സംസാരിക്കട്ടെ എന്നുള്ളത്. അതിൽ ചില കാര്യങ്ങളോട് എനിക്ക് ഓപ്പണായിട്ട് അങ്ങനെ പറയാൻ പറ്റൂല. ഇത് കേസിൽ പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ നിയമപരമായ കാര്യങ്ങൾ, പരിമിതികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇടപെടും. എന്തൊക്കെയായിരുന്നു വെച്ചാൽ, ഈ നമുക്കറിയാവുന്നതാണ് കുറേ ഫേക്ക് ഫെമിനിസ്റ്റുകളും കുറേ പൊളിറ്റിക്കലായ രീതിയിൽ അവനെ എങ്ങനെ ഒതുക്കി കെട്ടാൻ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും വരുന്ന വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നാലാണ് ഹാഷ്മിക്കും ന്യൂസ് 24 ന്യൂസ് ചാനലിനും റീച്ച് കിട്ടുന്നല്ല. അവർക്ക് ഇപ്പോൾ അറിയാലോ, നമ്പർ 1 ചാനൽ ഈ ഒരു രീതിയിലാവാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും 24ഉം ഇനിയിപ്പോൾ ബിഗ് ടി വി, ഇവരൊക്കെ തമ്മിൽ ഭയങ്കര മത്സരമാണ്. ആർക്ക് ഫസ്റ്റ് ആവാൻ പറ്റും, എന്താ സംഭവം. പിന്നെ ഓരോരുത്തരും ഓരോ ഐക്കണെ വെച്ചിറക്കാണ്. ഇപ്പോൾ സുജയ പാർവതി, അതേപോലെ തന്നെ ഹാഷ്മി, ഇങ്ങനെയുള്ള ഒരാളുകൾ, അരുൺ, അല്ലേ. അപ്പോൾ ഈ ഒരു കളിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ആളുകൾ, ഈ ന്യൂസ് മേക്കേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് ഡിബേറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂസിനെ ചർച്ച ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, മീഡിയ പേഴ്സൺസൊക്കെ, പ്രമുഖരായ മീഡിയ പേഴ്സൺസൊക്കെ ആളുകളെ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയൊക്കെ ഡീൽ ചെയ്യണം. ഇത് വളരെ അപകടകരമായ ഒരു സംഭവമാണ് കേസ്. വൈറലാവാൻ വേണ്ടി, വൈറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ ഇവിടെ എന്തായാലും ഹാഷ്മി ഇങ്ങനെ ചുരുണ്ടും മടങ്ങി ഇങ്ങനെ ഇരിക്കണ്ടപ്പോൾ എനിക്ക് ശരി ഇങ്ങനെയാണ് സാധനം സംഗതി എന്നൊരു തോന്നലുണ്ടായി ഗൈസ്. എന്തായാലും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മുഴുവനായിട്ട് ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക അല്ല കേട്ടോ. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം ഒക്കെ ചെയ്തുള്ള ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ കിട്ടിയ സമയത്ത് മൂപ്പരാരും വൈബിളായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നാമത്തെ തരും ശരി, ഇനിയിപ്പോൾ വിചാരിക്കുക ഇപ്പോൾ മനുഷ്യന്മാർക്ക് ട്രാൻസ്ഫോർമേഷനൊക്കെ വരും, ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തു തന്നെ വിചാരിക്കുക. എനിക്കതിൽ അപ്പോഴും ഒരു വിഷയമായിട്ട് തോന്നിയത്, എന്തുകൊണ്ടാണ് അസഹിഷ്ണുത കാണിക്കുന്നത് ഹാഷ്മി. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറയുമ്പോൾ എന്തുകൊണ്ടാണ് അസഹിഷ്ണുത കാണിക്കുന്നത് ഹാഷ്മി. അത് നല്ലൊരു മീഡിയ പേഴ്സണ് അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഒരാളോട് ഞാനിപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാളോട് കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് സംസാരിക്കുമ്പോൾ അയാളതിന് മറുപടി പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മിനിമം മര്യാദ ഞാൻ കാണിക്കണമല്ലോ. അതാണല്ലോ ഒരു സംഗതി. ഇത് ഹാഷ്മി കാണിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് ഹാഷ്മി മാറുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ വളരെ സ്വാഭാവികമാണ് അങ്ങനൊരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുമല്ല, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര എന്താ പറയുക സമാധാനത്തോട് കൂടിയിട്ടാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത്. വേറെല്ലാവരുവാണെങ്കിൽ വളരെ ഇമോഷണൽ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരു നൂലുമ്മക്കളിയാണ് അല്ലേ. ഒരു പൊട്ടി അങ്ങോട്ടും മാറിയ കളി മാറി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. മൂപ്പരെ കാര്യത്തിൽ ഒരു അളന്നു മുറിച്ച വാക്കുകൾ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫെനി നൈനാനില്ലേ, ഫെനി മൂപ്പരുടെ സുഹൃത്ത് ഒക്കെ ആ ഒരു പല കാര്യങ്ങളോട് ഇപ്പോൾ ലക്ഷ്മി ഉണ്ടല്ലോ, മീഡിയ പേഴ്സൺ ലക്ഷ്മി ഹാഷ്മി ഈ കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റൊക്കെ ഇട്ട്. അപ്പോൾ അതിൽ ചില ഡേറ്റുകൾ മറച്ചു വെച്ചിട്ടും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫെനീനെ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ സംഭവം. അപ്പോൾ നമ്മൾ അറിയാവുന്നതാണ്, ഇത് കോടതിയുടെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കണതിൽ ഒരു കാര്യമില്ല. നമ്മൾ കോടതി ഒക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് ജീവിതങ്ങൾക്കൊപ്പം തന്നെയാണ് നമ്മൾ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ഒരാൾക്ക് സംസാരിക്കാൻ എന്താണ് ഉള്ളത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല. അത് പലപ്പോഴും നമ്മുടെ പ്രൊപ്പഗാൻഡയുടെ ഒരു ഭാഗമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സമൂഹത്തിൽ 100 പേരുണ്ട് വിചാരിക്കുക, അതിലൊരു 90 പേരും
ഒന്നിനെ എതിർക്കുകയാണ് വിചാരിക്കുക. ആ എതിർക്കപ്പെടുന്ന സംഗതി അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും 90 പേര് എതിർക്കുന്നു എന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ 91ാമത്തെ ഒരാളാണെങ്കിൽ നമ്മൾ ആ 90 പേരെ കൂടെ കൂടും. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് സംഭവം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റേതായ ശിക്ഷ കിട്ടണം, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടണം. പക്ഷേ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ സോഷ്യൽ മീഡിയ അതേപോലെ വാർത്താ ചാനലുകളെല്ലാം കോടതിയായി മാറുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് വിഷയം. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, മറ്റേ മൂപ്പര് പേരെന്താണ്, ഒരു ചാരക്കേസിൽ മൂപ്പര് വലിയ രീതിയിൽ ക്രൂശിയോഗ്യതയേറ്റ് അവസാനം നിരപരാധിയാണെന്നുള്ള രീതിയിൽ ആയില്ല. അതേപോലെ തന്നെ അങ്ങനെ കുറേ കേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതേപോലെ ദിലീപിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒരു കോടതിയായി മാറുകയും അവരുടേതായ ഒരു നെറേറ്റീവ്, ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആളുകളുടെ ജീവിതത്തെ വെച്ചിട്ടാണ് പന്താടുന്നത് എന്ന് കൃത്യമായി അങ്ങനെ ഒരു മിനിമം ധാരണ നമ്മുടെ ഉള്ളിലുണ്ടായ അടിപൊളിയായിരിക്കും തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു 5 ചാറ്റ് മുകളിലും 5 ചാറ്റ് താഴെയും അതെന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്, ഈ പകുതി കഷ്ണമായിട്ട് എന്തുകൊണ്ടാണ് പുറത്തു വിടുന്നത്, മുഴുവനായിട്ട് എന്താ പുറത്തു വിടാത്തത്, എൻ്റെ കയ്യിലുള്ള പക്ഷേ ഇപ്പോൾ പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു രീതിയിലുള്ള നെറേറ്റീവ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പൊതുജന കഴുതകളാണെന്ന് എനിക്ക് തോന്നുന്നു കേസ്. നമ്മളിത് എന്തോ കണ്ടിട്ട് ഓരോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണമൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇതന്നെ സത്യം എന്ന് വിചാരിക്കും. പുറത്ത് വേറൊരു രീതിയിലുള്ള ഒരു നെറേറ്റീവ് വന്ന് നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് സത്യം എന്ന്. അപ്പോൾ ഏതാ സത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഈ സത്യാനന്തര കാലഘട്ടത്തിൽ, പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ സത്യം എന്ന് പറയുന്ന ഒരു സംഗതി അത് വളരെ ഡ്രമാറ്റിക്കായ നാടകീയമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വരുന്ന എന്തോ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നു കേസ്. അതായത് സ്വാഭാവികമായ ഒരു രീതിയിൽ ഇതാണ് സത്യം വേണ്ട, അങ്ങനെ നേക്കഡായിട്ടല്ല നമ്മുടെ മുന്നിൽ എന്ത് കിട്ടുന്നത്, സത്യത്തെ കിട്ടുന്നത്, അത് വേറെ ഏതോ രീതിയിലാണ്. അപ്പോൾ നമ്മളെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഗിമിക്സുകൾ വെച്ചിട്ടൊക്കെ കളിപ്പിക്കാൻ എളുപ്പമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയുള്ളൊരു സംഭവം ഇതാണ്, ഞാൻ ശ്രദ്ധിച്ചതാണ്, ഹാഷ്മി എങ്ങനെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എങ്ങനെ പ്രതികരിക്കുന്നു, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മറുപടി പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുമ്പോൾ ഹാഷ്മി സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നുണ്ടോ, അതിന് പിന്നിൽ പ്രൊപ്പഗാൻഡ എന്താണ്, ഞാൻ അങ്ങനെയൊക്കെ ഇത് കണ്ടത്, അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം മറുപടി പറയുന്നു അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം. ഇതിന് വലിയ എന്തൊക്കെ കളികളുണ്ട് കേസ്, അതാണ്. ഇപ്പോൾ എന്തായാലും 24 ന്യൂസ് ഒരു കാര്യം പറയട്ടെ, ശ്രീകണ്ഠൻ നായരുടെയൊക്കെ ആ ന്യൂസ് ചാനലിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങേരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായത് ഇതൊക്കെ അരുണും ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ഇവരൊക്കെ തമ്മിലുള്ള എന്താ കാര്യം, ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഹിറ്റ് മേക്കേഴ്സ് ആയാൽ മതി, ഹിറ്റ് ന്യൂസ് മേക്കേഴ്സ് അല്ലേ, ഈ ഒരു സംഭവമാണ്. അല്ലാണ്ട് അവർക്ക് സമൂഹത്തോട് വലിയ ആത്മാർത്ഥം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. ഇവർക്കൊക്കെ ഇതാണ് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള വാർത്താ ചാനലുകളെയൊക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ നമ്പർ 1 റേറ്റിംഗിൽ നമ്പർ 1 ആയാൽ മതി. അതിൽ കൃത്രിമത്വം കാണിക്കുന്ന കുറേ ചാനലുകളുണ്ട് അല്ലേ. അതേപോലെ മറ്റേ അഫാൻ്റെ ഉമ്മക്ക് അന്ന് ഒരു സിമ്പതി ഉണ്ടായിരുന്നു അഫാൻ്റെ ഉമ്മാനോട് സമൂഹത്തിന്. അഫാൻ്റെ കേസ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അഫാൻ്റെ ഉമ്മയ്ക്ക് എന്താ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ല വലിയ, പക്ഷേ എന്താ വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി നമുക്ക് പുറത്തു വന്നു. അതെപ്പോഴാണ് അറിയാം, നമ്മുടെ ശീതൾ അവരുടെ വീട്ടിൽ പോയിരുന്നു, അഫാൻ്റെ അവരുടെ നാട്ടുകാരുടെ അങ്ങനത്തെ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ വീടൊന്നും വെച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ സംഭവമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊട്ടന്മാരില്ലേ, ഇവരിൽ നിന്നൊക്കെയാണ് ഓരോ ന്യൂസും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് മനസ്സിലായ സംഭവം, ഇപ്പോൾ കൈരളി ന്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക മനോരമ ആയിക്കോട്ടെ, മാതൃഭൂമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനം TV ആയിക്കോട്ടെ, ഇവർക്ക് ഇവരുടേതായ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും ആ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യണതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് തോന്നുന്നു ഗൈസ്. പക്ഷേ അവർ മനുഷ്യന്മാരെ വല്ലാണ്ട് പൊട്ടന്മാരാക്കൂല തോന്നുന്നു. അതുപോലെ നമുക്ക് നേരത്തെ കൂടി ഒരു ധാരണ കിട്ടുമല്ലോ ഇവരൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഊഹിച്ചാൽ മതി. പക്ഷേ ഈ 24 ന്യൂസും റിപ്പോർട്ടർ TV ഒക്കെ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു അംഗങ്ങളുണ്ടല്ലോ ഗൈസ്, ഇത് എന്ത് തോണിയും പറയുന്നുള്ളൊരു അവസ്ഥയിലേക്ക് 24 എന്നല്ല ഞാൻ പറയണത്, വാർത്താ ചാനലുകൾ മാറിപ്പോകണുണ്ടോ എന്നുള്ളൊരു പേടി ഒരു സാധാരണ സിറ്റിസൺ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ക്ലീനായ ഒരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൾ കോഴിത്തരക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിനേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത ആളുകളൊക്കെ
എന്താ പറയുക, അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ചാനലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 24 റിപ്പോർട്ടറോ ഏത് ചാനലാണ് മറ്റേ ഇവിടെ ആ ചങ്ങായിനെ പുറത്തിറങ്ങിയ ഒരു ചങ്ങായിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചത്? വളയാറല്ലേ, വളയാർ കേസ് ഏതാണ് ആ കേസ് ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും മറക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഗൈസ്.